ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള ടെക്നിക്കൽ കമ്മിറ്റിയിൽ മലയാളിയും തിരുവനന്തപുരം പിരപ്പൻകോട് സ്വദേശി എസ് രാജീവാണ് സംഘത്തിൽ ഇടം പിടിച്ചത്. ഒളിമ്പിക്സ് വിശേഷങ്ങൾ രാജീവ് 24-മായി പങ്കുവച്ചു. വിശേഷങ്ങളിലേക്ക്. ഒളിമ്പിക്സിൽ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചത് 4 മലയാളികൾക്കാണ്. ഇതിൽ തന്നെ 2 തവണ അവസരം ലഭിക്കുന്ന ആദ്യ ഒഫീഷ്യലായി മാറുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ എസ് രാജീവ്. ദേശീയ നീന്തൽ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് 24-നൊപ്പം ചേരുന്നു. രാജീവ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ ഒരു തവണ തന്നെ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ രണ്ടാമതൊരു അവസരം കൂടി കിട്ടുന്നു. ആ ഒരു മൊമെന്റിന്റെ ആ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നു? അതുല്യമായ നേട്ടമായി തന്നെ കാണുന്നു. കാരണം മറന്നുകൊണ്ടല്ല, 2016 ബ്രസീൽ ഒളിമ്പിക്സിൽ, റിയോ ഒളിമ്പിക്സിൽ ഒഫീഷ്യേറ്റ് ആയിരിക്കും ഒരു ചാൻസ് കിട്ടി. അത് കഴിഞ്ഞ് 2023 ഇസ്രയേലിൽ നടന്ന ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ എന്നെ ഒഫീഷ്യേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെയും കൂടി ഞാൻ ആ മത്സരത്തിൽ പോയി പങ്കെടുത്തതിൻ്റെയും കൂടി പെർഫോമൻസ് കണ്ടിട്ടായിരിക്കണം. തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടിയ അംഗീകാരം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്, കേരളത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താണ് ഒരു ഒഫീഷ്യൽ ചെയ്യുക? താങ്കളുടെ ഡ്യൂട്ടി ഏത് തരത്തിലുള്ളതായിരിക്കും? മൊത്തം 21 പേരെയാണ് ഈ ഒളിമ്പിക്സ് നീന്തൽ മത്സരം നിയന്ത്രിക്കാനായിട്ട് ലോക നീന്തൽ ഫെഡറേഷൻ നിയമിച്ചിരിക്കുന്നത്. ഈ 21 പേര് ഇന്ന ജോലി തന്നെ ചെയ്യണം എന്നല്ല അവർ 21 പേർക്കും ഈ ദിവസം 7 ദിവസങ്ങളിലായിട്ട് ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു ദിവസം റഫറി ആയിരിക്കും, എന്നാൽ അടുത്ത ദിവസം അയാൾ ഫൗൾ സ്റ്റാർ ഡ്രോപ്പ് ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. ചിലപ്പോൾ അടുത്ത ദിവസം ഒരാൾ ജഡ്ജായിട്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ഇരിക്കേണ്ട ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഡ്രോപ്പ് കൺട്രോളിങ്ങിൽ ഇരിക്കേണ്ട ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെ വിവിധ ജോലികൾ ചെയ്യാൻ തയ്യാറായി പോകണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. നമുക്ക് ഓരോ തരുന്ന ജോലി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 2016 റിയോ ഒളിമ്പിക്സിലാണ് ഇതിനു മുമ്പ് ഒഫീഷ്യലായി വന്നിട്ടുള്ളത്. 8 വർഷങ്ങൾ കഴിയുന്നു. പുതിയ കാലം എങ്ങനെയാണ്? ആ ഒരു പ്രതീക്ഷകൾ, വെല്ലുവിളികൾ, അതൊക്കെ എത്രത്തോളം ഉണ്ട്? ഒരു പർട്ടിക്കുലർ സ്വിമ്മർ ഏതെങ്കിലും ഇപ്പം ഞാനൊരു സ്ട്രോക്ക് ജഡ്ജ് ആണെങ്കിൽ ആ സ്വിമ്മർ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴത്തെ ഏതെങ്കിലും സമയത്ത് അയാൾ സ്ട്രോക്ക് തെറ്റിച്ച് നീന്തുകയാണെങ്കിൽ ഞാൻ കണ്ടില്ലെങ്കിൽ അതിനകത്ത് വരാൻ പറ്റുന്ന അവാർഡ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മോണിറ്ററിൽ അക്വാട്ടിക് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ, സ്വിമ്മർ നീന്തേണ്ട കാര്യങ്ങളില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റായ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് അവർ ചിലപ്പോൾ പറയും. ഈ അന്നത്തെ ദിവസം ഈവെന്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ഡീപ്പ് ബ്രീഫിംഗ് എന്നുള്ള സംഭവമുണ്ട്. ആ ഡീപ്പ് ബ്രീഫിംഗ് ചെന്നിരിക്കുമ്പോഴത്തേക്ക് എക്സ്പെർട്ട് എല്ലാം വരും, ഞങ്ങളുടെയൊക്കെ ഒബ്സർവർ വരും. അതുകൊണ്ട് പറയും നിങ്ങളെടുത്ത ആ ഡിസിഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരും, അവർ മോണിറ്റർ ഇട്ട് കാണിച്ചു തരും, ഇതാണ് സംഭവിച്ചത്, ഇത് തെറ്റാണ്, നിങ്ങളത് കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോശമാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് സ്വിമ്മറിലും ആ സ്വിമ്മിംഗ് പൂളിലെ ചുറ്റും മാത്രമല്ല വേറൊരിടത്തേക്ക് ഒന്നും നോക്കാനും പറ്റില്ല, വേറെ ഒന്നും ശ്രദ്ധിക്കാനും പാടില്ല. സാധാരണയായി ഒളിമ്പിക്സിൻ്റെ ഈ നീന്തൽ മത്സരങ്ങളൊക്കെ നിൽക്കുക ഒരു 8 ദിവസമാണ്. പക്ഷേ ഇത്തവണ അത് 9 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആ മത്സരദിനം കൂട്ടിയത് ഈ ഒഫീഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം, താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമായി മാറുകയല്ലേ? നമ്മൾ ആ ഈവെന്റ് വിക്ടറി സെറമണി അങ്ങനെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം 4 ഈവെന്റ് അല്ലെങ്കിൽ 5 ഈവെന്റ് കൂടുതൽ നടത്താൻ പറ്റില്ല. അങ്ങനെ 5 ഈവെന്റ് സ്കാറ്റർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ നീന്തൽക്കാർക്ക് കൊടുക്കുന്ന അവരുടെ ഒരു വാമിംഗ് അപ്പ് ടൈമും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ദിവസം തന്നെ അത് നമുക്കൊരു ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഇത്രയും എന്താ പറയുക ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇത്ര സമയം കഴിഞ്ഞ് വന്ന് ഒഫീഷ്യേറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു അവസരം നമുക്കുണ്ട്. 2016 റിയോയിൽ ഒളിമ്പിക്സിന്റെ ഭാഗമായപ്പോൾ അന്ന് മൈക്കൽ ഫെൽപ്സ് അടക്കമുള്ള ഇതിഹാസ താരങ്ങളെയൊക്കെ തന്നെ അവരുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഫെൽപ്സിൻ്റെയൊക്കെ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വെച്ചാൽ കേരളത്തിലെ ഒരു ഒഫീഷ്യൽ നില അല്ലെങ്കിൽ കേരളത്തിലെ ഒരാളെന്ന നിലയിൽ നമുക്ക് അങ്ങനെയൊന്നും ഒരു പെട്ടെന്ന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് ഫെൽപ്സിനവിടെ പോയി ഫെൽപ്സ് നീന്തുന്ന അവസരത്തിൽ മത്സരം നിയന്ത്രിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു ശ്രീ രാജീവ്. ഒളിമ്പിക്സിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ താങ്കളെ ഏൽപ്പിച്ചുള്ള ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.